ഹായ് ഓൾ, നമുക്ക് കെമിസ്ട്രി 2 ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. ചെറിയൊരു ചാപ്റ്ററാണ്, അപ്പോൾ 2 ഒന്നിച്ചെടുക്കാമെന്ന് കരുതുന്നു. ഒന്ന് കെമിക്കൽ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്പർ 9 വരുന്നത് കെമിക്കൽ തെർമോഡൈനാമിക്സ്. പിന്നെ ചാപ്റ്റർ 12 അയോണിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ നമുക്ക് ആദ്യം കെമിക്കൽ തെർമോഡൈനാമിക്സ് നോക്കാം. തെർമോഡൈനാമിക്സ് നമ്മൾ കേട്ടിട്ടുണ്ട്, ടെമ്പറേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്ത ഇതാണ് തെർമോഡൈനാമിക്സ് എന്ന് ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ദെൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ സ്റ്റഡിയിലേക്ക് നമുക്ക് PDF ഒന്ന് നോക്കാം. PDF ഷെയർ ചെയ്യാം. ഒരു മിനിറ്റ്. ഓക്കെ, ദെൻ കെമിക്കൽ തെർമോഡൈനാമിക്സ്. ഫസ്റ്റ് പേജ് എടുക്കാം. മെയിനായിട്ട് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് എൻതാൽപ്പി, ദെൻ അതിൻ്റെ ഒരു ഇക്വേഷൻസ്, സോൾവ്ഡ് ഇക്വേഷൻസ്, എങ്ങനെ ഇന്റേണൽ എനർജി എൻതാൽപ്പി എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു, അങ്ങനെ കുറേ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. നമുക്ക് നോക്കാം. ഓക്കെ, ദെൻ കെമിക്കൽ തെർമോഡൈനാമിക്സ്. എന്താണ് കെമിക്കൽ തെർമോഡൈനാമിക്സ്? തെർമോഡൈനാമിക്സ് നമ്മൾ പറഞ്ഞു ടെമ്പറേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്ത്, അതായത് ഒരു കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കുമ്പോൾ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുകയോ റിലീസ് ചെയ്യുകയോ ചെയ്യും. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ സ്റ്റഡിയാണ് തെർമോഡൈനാമിക്സിൽ പഠിക്കുന്നത്. അപ്പോൾ കെമിക്കൽ തെർമോഡൈനാമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ഇന്റർ റിലേഷൻ ഓഫ് വർക്ക് ആൻഡ് ഹീറ്റ് ഇൻ കെമിക്കൽ റിയാക്ഷൻ. അതായത് വർക്കിൻ്റെയും ഹീറ്റിൻ്റെയും തമ്മിലുള്ള ഒരു ഇന്റർ റിലേഷൻ ആണ്. അതായത് ഇവര് കെമിക്കൽ റിയാക്ഷനിൽ എങ്ങനെ പങ്കെടുക്കുന്നു ഇതിനനുസരിച്ചാണ്, ഇതിന്റെ സ്റ്റഡിയാണ് പറയുന്നത് കെമിക്കൽ തെർമോഡൈനാമിക്സ്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം. കെമിക്കൽ തെർമോഡൈനാമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ഇന്റർ റിലേഷൻ ഓഫ് വർക്ക് ആൻഡ് ഹീറ്റ് ഇൻ കെമിക്കൽ റിയാക്ഷൻസ്. ഇതിൽ മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അതിൻ്റെ ഇക്വേഷൻ വരുന്നത് E=Q + W. ഫസ്റ്റ് ലോ എല്ലാവർക്കും അറിയാവുന്നതാണ്. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫോം വൺ ഫേസ് ടു അനദർ, മീൻസ് വൺ ഫോം ടു അനദർ. ഊർജത്തെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല. ഇതിനെ ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് മാറ്റുവാനേ കഴിയുകയുള്ളൂ. പല സ്ഥലത്തും കേട്ടിട്ടുണ്ടാവും. അതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇക്വേഷൻ വരുന്നത് ΔE=Q + W. ഡെൽറ്റ ഇ എന്ന് പറയുന്നത് ഇന്റേണൽ എനർജി. Q മീൻസ് ടെമ്പറേച്ചർ, then W മീൻസ് വർക്ക്. ഒന്നുകൂടെ നോക്കാം. എനർജി ക്യാൻ neither be created nor be destroyed. It can be transformed, change from one form to another. Equation is ΔE=Q + W. ഡെൽറ്റ ഇ എന്ന് പറയുന്നത് ഇന്റേണൽ എനർജി, Q എന്ന് പറയുന്നത് ഹീറ്റ്, ആൻഡ് W വർക്ക്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ഐസോതെർമൽ ആൻഡ് അഡിയബാറ്റിക് പ്രോസസ്. ഐസോതെർമൽ പ്രോസസ്സും അഡിയബാറ്റിക് പ്രോസസ്സും. ഐസോതെർമൽ പ്രോസസ്സിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ഈ പ്രോസസ്സിൽ ഹീറ്റ് എനർജി എക്സ്ചേഞ്ച് ചെയ്യും. അതേസമയം അഡിയബാറ്റിക് പ്രോസസ്സിൽ പ്രഷർ കോൺസ്റ്റന്റ് ആണ്. ഇവിടെ ഹീറ്റ് എനർജി എക്സ്ചേഞ്ച് ചെയ്യുന്ന പ്രോസസ് നടക്കുന്നില്ല. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം.
isothermal adiabatic process. The process in which temperature remains constant by exchanging heat with the surroundings. അതായത് ഇവിടെ ഈ പ്രോസസ്സിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്, ഇവിടെ ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നു, സറൗണ്ടിങ്സുമായിട്ട് ഹീറ്റ് എനർജി എക്സ്ചേഞ്ച് ചെയ്യുന്നു. Adiabatic process, a process in which no change of energy take place with the surroundings. ഇവിടെ ഒരു എനർജി ചേഞ്ചസ് സംഭവിക്കുന്നില്ല. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഐസൊലേറ്റഡ് സിസ്റ്റം ആൻഡ് ക്ലോസ്ഡ് സിസ്റ്റം. ഐസൊലേറ്റഡ് സിസ്റ്റം എന്താണ്, അതുപോലെ ക്ലോസ്ഡ് സിസ്റ്റം എന്താണ്? Isolated system can neither exchange matter nor energy with the surroundings. Isolated system neither exchange matter ആണ് nor energy ആണ്, സറൗണ്ടിങ്സുമായിട്ട് എനർജി എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. അതുപോലെ അടുത്ത് നോക്കാം ക്ലോസ്ഡ് സിസ്റ്റം. Then closed system can exchange energy but matter with the surroundings. Isolated സിസ്റ്റത്തിൽ എനർജി ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു, പക്ഷെ ക്ലോസ്ഡ് സിസ്റ്റത്തിൽ വരുമ്പോൾ മാറ്റർ ചേഞ്ച് ചെയ്യുന്നില്ല, എനർജി ചേഞ്ച് ചെയ്യുന്നു, സറൗണ്ടിങ്സുമായിട്ട് എനർജി ചേഞ്ച് ചെയ്യുന്നു. നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് എൻതാൽപ്പി. എക്സാമിന് മിക്കപ്പോഴും ചോദിക്കാൻ സാധ്യതയുണ്ട് എൻതാൽപ്പി ആൻഡ് ഇന്റേണൽ എനർജി. എൻതാൽപ്പി എന്താ നോക്കാം. എൻതാൽപ്പി എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ സം ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് ഇന്റേണൽ എനർജി ആൻഡ് പ്രഷർ ആൻഡ് വോളിയം എന്ന് പറയുന്നത്. ഇത് ഒരു എന്തിൻ്റെ ഇന്റേണൽ എനർജിയുടെയും പ്രഷറിന്റെയും വോളിയത്തിന്റെയും ആകെ തുകയാണ് എന്ന് പറയും. ഡീറ്റെയിൽ സ്റ്റഡിയിലേക്ക് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ സം ഓഫ് ഇന്റേണൽ എനർജി ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് പ്രഷർ ആൻഡ് വോളിയം ഓഫ് സിസ്റ്റം കോൾഡ് എൻതാൽപ്പി ഓഫ് സിസ്റ്റം. എൻതാൽപ്പി എച്ച് എന്ന് പറയുന്ന ലെറ്ററിലാണ് ഡിനോട്ട് ചെയ്യുന്നത്. എച്ച് ഈസ് ഈക്വൽ ഇ പ്ലസ് പി വി. എച്ച് എൻതാൽപ്പി, ഇ എന്ന് പറയുന്നത് ഇന്റേണൽ എനർജി, പി എന്ന് പറയുന്നത് പ്രഷർ, വി എന്ന് പറയുന്നത് വോളിയം. ഇക്വേഷൻ വെച്ച് തന്നെ നമുക്ക് പഠിക്കാവുന്നതാണ്. ഇക്വേഷൻ നോക്കിയാൽ തന്നെ ഇ പ്ലസ് പി വി. ഇപ്പൊ സം ഓഫ് ഇന്റേണൽ എനർജി ആൻഡ് പ്രോഡക്റ്റ് ഓഫ് ദ പ്രഷർ ആൻഡ് വോളിയം, ദാറ്റ് ഈസ് കോൾഡ് എൻതാൽപ്പി ഓഫ് സിസ്റ്റം. ഈ എൻതാൽപ്പി ചേഞ്ച് ചെയ്യുന്ന അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ എൻതാൽപ്പി എന്ന് പറയുന്നത് ഇക്വേഷൻ തന്നെ മാറ്റം വരും. എൻതാൽപ്പി ഡെൽറ്റ എച്ച് എന്ന് ഡിനോട്ട് ചെയ്യും. ഡെൽറ്റ എച്ച് ഈക്വൽ ഡെൽറ്റ ഇ പ്ലസ് പി ഡെൽറ്റ വി. പ്രഷർ ആൻഡ് വോളിയം ചേഞ്ച് ചെയ്യും. പി ഡെൽറ്റ വി. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് പഠിച്ചേ പറ്റൂ. അടുത്തത് ഹെസ്സസ് ലോ. ഹെസ്സസ് ലോയില് മെയിൻ ആയിട്ട് പറയുന്നത് എൻതാൽപ്പിനെ കുറിച്ച് തന്നെയാണ്. ഇപ്പൊ റിയാക്ഷൻ എത്ര സ്റ്റെപ്പ് നടന്നാലും, ചില റിയാക്ഷൻ ഒരു സ്റ്റെപ്പിൽ തന്നെ കംപ്ലീറ്റ് ആവും, ചില റിയാക്ഷൻ 1 or 2 സ്റ്റെപ്പ് കഴിഞ്ഞ ശേഷം കംപ്ലീറ്റ് ചെയ്യുന്നു. എത്ര സ്റ്റെപ്പിൽ തന്നെ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്താലും അതിൽ എൻതാൽപ്പി എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യുന്നില്ല എന്നാണ് ഹെസ്സസ് ലോയിൽ പറയുന്നത്. നോക്കാം നമുക്ക്. ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് കെമിക്കൽ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. നോട്ട് ചെയ്യുക. ടെക്സ്റ്റ് ബുക്ക് ഉള്ളവർ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. കെമിക്കൽ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 107 വരും. ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കുക. ഓക്കെ, ദെൻ എക്സസ് ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ദെൻ ഹെസ്സസ് ലോയിനെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എൻതാൽപ്പി എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യുന്നില്ല. റിയാക്ഷൻ എത്ര സ്റ്റെപ്പ് തന്നെ നടന്നാലും എൻതാൽപ്പിക്ക് ചേഞ്ച് ഉണ്ടാകുന്നില്ല. It is stated that the enthalpy change by reaction remains same whether the reaction is carried out one step or several steps. അതായത് 2 or 3 അതിലധികമോ സ്റ്റെപ്പ് റിയാക്ഷൻ നടന്നാൽ തന്നെയും അവിടെ എൻതാൽപ്പിക്ക് ചേഞ്ച് സംഭവിക്കില്ല. ഒരു പോർഷനോടെ നമുക്ക് നോക്കാനുണ്ട്. സ്റ്റേറ്റ് ഫംഗ്ഷൻ. സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് വാല്യൂ ആണ്. ദെൻ ഇനിഷ്യൽ സ്റ്റേജും ഫൈനൽ സ്റ്റേജും തമ്മിലുള്ള ഡിഫറൻസ് കാണിക്കുന്ന വാല്യൂ.
ഒരു റിയാക്ഷന്റെ ഇനിഷ്യൽ പൊസിഷൻ ഉണ്ടാവും, ഫൈനൽ പൊസിഷൻ ഉണ്ടാവും. ഈ തമ്മിലുള്ള ഡിഫറൻസിനെ നോട്ട് ചെയ്യുന്ന വാല്യൂ ആണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ. അതുകൂടി നോക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സോൾവിങ് പ്രോബ്ലംസ് ഉണ്ട്, അത് നോക്കാം. Then state function is one whose value depends only initial and final state of the system. അതായത് സിസ്റ്റത്തിന്റെ ഇനിഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വാല്യൂവിനെയാണ് പറയുന്നത് സ്റ്റേറ്റ് ഫംഗ്ഷൻ. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് നോട്ട്സ് ആയിട്ട് പഠിക്കാനുള്ളത്. ദെൻ ബാക്കി നമുക്കൊരു പ്രോബ്ലം സോൾവിങ് മെത്തേഡാണ്, അത് നമുക്ക് നോക്കാം. ഡിഫൈൻ ക്വസ്റ്റ്യൻ നമ്പർ 9, പേജ് നമ്പർ പറയുവാണെങ്കിൽ പേജ് നമ്പർ 107, ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 107 ക്വസ്റ്റ്യൻ നമ്പർ 9. ഡിഫൈൻ ദ ടേം എൻതാൽപ്പി ഓഫ് സിസ്റ്റം. എന്താണ് എൻതാൽപ്പി ഓഫ് സിസ്റ്റം? ഹൗ ഈസ് റിലേറ്റഡ് ടു ഇന്റേണൽ എനർജി ഓഫ് സിസ്റ്റം. ഈ എൻതാൽപ്പി എങ്ങനെ ഇന്റേണൽ എനർജി ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? അപ്പൊ എൻതാൽപ്പി ഓഫ് സിസ്റ്റം എന്താണെന്ന് നമുക്ക് ആദ്യം എഴുതണം. അപ്പോൾ എൻതാൽപ്പി മീൻസ് സം ഓഫ് ഇന്റേണൽ എനർജി ആൻഡ് പ്രോഡക്റ്റ് ഓഫ് പ്രഷർ ആൻഡ് വോളിയം. ഇത്രയും മതി എൻതാൽപ്പി ഓഫ് സിസ്റ്റം. ഇക്വേഷൻ പറയുമ്പോൾ H is equal to E plus PV എന്ന് കൊടുക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നതല്ല, how is it is related to the internal energy of system. ഇന്റേണൽ എനർജിയുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ ഇന്റേണൽ എനർജി ഇവിടെ എൻതാൽപ്പി ചേഞ്ച് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ കൊടുത്തിട്ടുണ്ട്. അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ദ ചേഞ്ച് ഇൻ എൻതാൽപ്പി ഈസ് ഡെൽറ്റ എച്ച്. എൻതാൽപ്പി ഡെൽറ്റ എച്ച് ആയിട്ട് മാറും. അപ്പോൾ ഇക്വേഷൻ ചേഞ്ച് ചെയ്യും. ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ഡെൽറ്റ ഇ പ്ലസ് പി ഡെൽറ്റ വി. ഇത്രയാണ് ഇതിന് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ എൻതാൽപ്പി ഓഫ് റീച്ചിങ്. ഇവിടെ ഒരു ഇക്വേഷനാണ് കൊടുത്തിരിക്കുന്നത്, ഹൈഡ്രജൻ ക്ലോറൈഡിന്റെ ഫോർമേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എൻതാൽപ്പി ചേഞ്ച് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹൈഡ്രജന്റെ, ക്ലോറിന്റെ, HCl ഇതിന്റെയൊക്കെ ഇന്റേണൽ എൻതാൽപ്പി തന്നിട്ടുണ്ട്. ഒരു കാര്യം വിട്ടുപോയത്, എൻതാൽപ്പിയുടെ യൂണിറ്റ് കിലോ ഒരു മിനിറ്റ്, കിലോ ജൂൾ പെർ മോൾ എൻതാൽപ്പിയുടെ യൂണിറ്റ് വരുന്നത് വിട്ടുപോയതാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് കുറച്ച് എൻതാൽപ്പിയുടെ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് കണ്ടുപിടിക്കണം ഹൈഡ്രജൻ ക്ലോറൈഡ്. ദെൻ ഇവിടെ ഹൈഡ്രജന്റെ 438 കിലോ ജൂൾ പെർ മോൾ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലോറിന്റെ ബോണ്ടിന്റെ 242 കിലോ ജൂൾ പെർ മോൾ കൊടുത്തിട്ടുണ്ട്. അടുത്തത് ബോണ്ട് എൻതാൽപ്പി ഇൻ HCl കൊടുത്തിരിക്കുന്നത് 431 കിലോ ജൂൾ പെർ മോൾ. ഇത്രയും എൻതാൽപ്പി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് എത്തണം. ഇവിടെ ഈ റിയാക്ഷൻ സംഭവിച്ച ശേഷം എൻതാൽപ്പി ചേഞ്ച് എങ്ങനെയായിരിക്കും, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് കണ്ടുപിടിക്കാൻ റിയാക്ഷൻ മുമ്പുള്ള എൻതാൽപ്പി എന്തായിരുന്നു മൈനസ് റിയാക്ഷൻ ശേഷമുള്ള എൻതാൽപ്പി. അപ്പോൾ ഇവിടെ ഡെൽറ്റ എച്ച് ആൻസർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ഡെൽറ്റ എച്ച് ഹീറ്റ് അബ്സോർബ് ഡ്യൂറിങ് ബോണ്ട് ബ്രേക്കിംഗ് മൈനസ് ഹീറ്റ് റിലീസ് ഡ്യൂറിങ് ബോണ്ട് ഫോർമേഷൻ. ബോണ്ട് ബ്രേക്കിംഗ് സമയത്തുള്ള ഹീറ്റ് അബ്സോർപ്ഷൻ മൈനസ് ബോണ്ട് ഫോം ചെയ്യുമ്പോഴുള്ള ഹീറ്റ് റിലീസ് ചെയ്ത എൻതാൽപ്പി വാല്യൂ ചെയ്യുക. അപ്പം അങ്ങനെ ചെയ്തു വരുമ്പോൾ 435 പ്ലസ് 242 മൈനസ് 2 × 431 കിലോ ജൂൾ പെർ മോൾ. ഫൈനൽ ആൻസർ എത്തുന്നത് -185 കിലോ ജൂൾ പെർ മോൾ -1. അങ്ങനെയാണ് എൻതാൽപ്പി കിട്ടുന്നത് റിയാക്ഷന് ശേഷം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു മിനിറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 11. ഇതൊരു ഇക്വേഷൻ സോൾവിങ് മെത്തേഡാണ് കൊടുത്തിരിക്കുന്നത്. ഷോ ദാറ്റ്
heat absorbed at constant volume is equal to increase in internal energy of the system, whereas the constant pressure is equal to increase in enthalpy of the system. ഇത് പ്രൂവ് ചെയ്യാനാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. കോൺസ്റ്റന്റ് വോളിയം കോൺസ്റ്റന്റ് ആകുമ്പോൾ ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ പ്രഷർ കോൺസ്റ്റന്റ് ആകുമ്പോൾ എൻതാൽപ്പി ഇൻക്രീസ് ചെയ്യുന്നു. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടുത്ത പ്രോബ്ലം കൊടുത്തിരിക്കുന്നത്. നോക്കാം. ഇതില് ഫസ്റ്റ് തെർമോഡൈനാമിക്സിന് ഫസ്റ്റ് ലോ ആണ് കൊടുത്തിരിക്കുന്നത്. അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിലെ ഫസ്റ്റ് ലോ കൊടുത്തിരിക്കുന്നു. ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ക്യൂ പ്ലസ് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ക്യൂ എന്തായിരുന്നു? ഹീറ്റ്, ഡബ്ല്യു വർക്ക്, ഡെൽറ്റ ഇ എന്ന് പറയുന്നത് ഇന്റേണൽ എനർജി ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഇതിൽ ഡബ്ല്യു മൈനസ് പി ഡെൽറ്റ വി എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇക്വേഷന് ചേഞ്ച് വരും. ക്യൂ മൈനസ് പി ഡെൽറ്റ വി എന്ന് വരും. ഇനി ഈ പ്രോസസ് കോൺസ്റ്റന്റ് വോളിയത്തിൽ നടക്കുകയാണെങ്കിൽ, അതായത് വോളിയം ഈസ് ഈക്വൽ 0 എന്ന് ചെയ്യുവാണെങ്കിൽ ഈ ഇക്വേഷൻ വീണ്ടും ചേഞ്ച് വരും. ഡെൽറ്റ ഈസ് ഈക്വൽ ക്യൂ. ഇതെങ്ങനെയാ വന്നതെന്ന് വെച്ചാൽ ക്യൂ മൈനസ് പി ഡെൽറ്റ വി ഇൻറ്റു 0. ദാറ്റ് മീൻസ് കംപ്ലീറ്റ് മൈനസ് പി ഡെൽറ്റ വി കംപ്ലീറ്റ് 0 ആയിട്ട് പോകും. അങ്ങനെ ഡെൽറ്റ ഈസ് ഈക്വൽ ടു ക്യൂ എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ഇക്വേഷനിൽ എത്തിച്ചേർന്നു. ഇനി വീണ്ടും ഡെഫിനിഷൻ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ എച്ച് ഈസ് ഈക്വൽ ടു ഇ പ്ലസ് പി വി, ഡെൽറ്റ എ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഇ പ്ലസ് പി ഡെൽറ്റ വി. ഇങ്ങനെ വരുമ്പോൾ ഈക്വൽ ഡെൽറ്റ ഇ പ്ലസ് പി ഡെൽറ്റ വി പ്ലസ് വി ഡെൽറ്റ പി കിട്ടും. ദെൻ കോൺസ്റ്റന്റ് പ്രഷർ ആയിരിക്കുമ്പോൾ, കോൺസ്റ്റന്റ് വോളിയം കേസിൽ നമ്മൾ പറഞ്ഞു ഡെൽറ്റ ഈസ് ഈക്വൽ ടു ക്യൂ എന്ന് വന്നു. ഇനി കോൺസ്റ്റന്റ് പ്രഷർ ആയിരിക്കുമ്പോൾ ഡെൽറ്റ ഈസ് ഈക്വൽ എങ്ങനെ വരും? അപ്പോൾ ആദ്യം ഫസ്റ്റ് ലോ എടുത്തപ്പോൾ ഡെൽറ്റ എച്ച്, ഫസ്റ്റ് ലോ അല്ല, എൻതാൽപ്പി എടുത്തു. ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഇ പ്ലസ് പി ഡെൽറ്റ വി എടുത്തു. ഇവിടെ ഡെൽറ്റ ഇക്ക് നമുക്ക് ക്യൂ എന്ന് കൊടുക്കാം. ഓൾറെഡി നമുക്ക് വോളിയം കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ കിട്ടി ക്യൂ. ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ക്യൂ. അപ്പോൾ ക്യൂ മൈനസ് പി ഡെൽറ്റ വി. ദെൻ പ്രഷർ കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ 0 കൊടുക്കുക. ദെൻ അപ്പോൾ നമുക്ക് ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ക്യൂ എന്ന് കിട്ടും. അപ്പോൾ പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ എങ്ങനെ എൻതാൽപ്പി ചേഞ്ച് ചെയ്യുന്നു, അതുപോലെ വോളിയം കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ എങ്ങനെ ഇന്റേണൽ എനർജി ചേഞ്ച് ചെയ്യുന്നു നമുക്ക് കിട്ടി. വോളിയം കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ ഡെൽറ്റ ഈസ് ഈക്വൽ ക്യൂ എന്ന് വരും. പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ ഡെൽറ്റ എച്ച്, അതായത് എൻതാൽപ്പി ഈസ് ഈക്വൽ ടു ക്യൂ. നെക്സ്റ്റ് നോക്കാം. Define the term enthalpy. Establish the relation. Delta H is equal Q at a pressure constant. Why liquid and solid are different in delta H and delta E? Not significant. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എൻതാൽപ്പി ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഡെൽറ്റ എച്ചും ഡെൽറ്റ ഇയും ലിക്വിഡിലും സോളിഡിലും ഡിഫറൻറ്റ് കാണിക്കുന്ന എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ? ഡിഫറൻസ് കാണിക്കാൻ കാരണം ഇതെങ്ങനെ ഡിഫറൻസ് കാണിക്കുന്നതിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നോക്കാം. ഇതിന്റെ ആൻസർ enthalpy is defined as internal energy plus pressure minus volume and pressure and volume of energy. That means in the equation എഴുതിയാൽ മതി H is equal E plus PV, sum of internal energy and product of pressure and volume. ഈ pressure at constant pressure constant ആയിരിക്കുമ്പോൾ ഇനിഷ്യൽ സ്റ്റേജ് എന്ന് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ സ്റ്റേജിൽ അപ്പോൾ ഇക്വേഷൻ മാറ്റം വന്ന് H1 മീൻസ്
എൻതാൽപ്പി ഫസ്റ്റ് സ്റ്റേജിൽ H1 is equal to E1 plus PV1. അത് ഫസ്റ്റ് സ്റ്റേജ് ആയതുകൊണ്ടാണ് 1 എന്ന് കൊടുത്തിരിക്കുന്നത്. ഇനി ഫൈനൽ സ്റ്റേജ് ഉണ്ട്. ഫോർ ഫൈനൽ സ്റ്റേജ് അപ്പോൾ E2 വരും. ഫൈനൽ സ്റ്റേജിൽ ഇക്വേഷൻ നോക്കാം. ഒരു മിനിറ്റ്. ഫൈനൽ സ്റ്റേജിലും H2 equal E2 plus PV2. ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഫൈനൽ സ്റ്റേജിൽ നിന്ന് ഇനിഷ്യൽ സ്റ്റേജ് കുറയ്ക്കുക. സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ അതിന്റെ മെത്തേഡ് കൊടുത്തിരിക്കുന്നത് H2 മൈനസ് H1, അതുപോലെ E2 മൈനസ് C1 എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ PV2 മൈനസ് PV1. ഈ ഇക്വേഷൻ ഒന്ന് കൺസോൾഡേറ്റ് ചെയ്ത് വരുമ്പോൾ, അതായത് ഫസ്റ്റ് ഇനിഷ്യൽ സ്റ്റേജിൽ നിന്ന് ഫൈനൽ സ്റ്റേജിൽ നിന്ന് ഇനിഷ്യൽ സ്റ്റേജിനെ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷൻ ആണ് ഡെൽറ്റ H is equal E plus ഡെൽറ്റ E plus P ഡെൽറ്റ V. ഇവിടെ ഡെൽറ്റ E ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്തു. Q plus W. അങ്ങനെ വരുമ്പോൾ Q plus W, Q മൈനസ് P ഡെൽറ്റ V. Wന് നമുക്ക് മൈനസ് P ഡെൽറ്റ V കൊടുക്കാം. അപ്പോൾ ഇതിന്റെ ഫൈനൽ ആൻസർ ഇതായിട്ട് വരുന്ന Wനെ പുറത്തേക്ക് എടുക്കുമ്പോൾ P is equal to V2 മൈനസ് V1. അങ്ങനെ മൈനസ് P ഡെൽറ്റ V കിട്ടും. ഇതിന്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത് ഡെൽറ്റ H is equal to Q മൈനസ് P ഡെൽറ്റ V പ്ലസ് P ഡെൽറ്റ V. മീൻസ് ഡെൽറ്റ H is equal Q എന്ന് ആൻസർ കിട്ടും. ഡെൽറ്റ H ഈക്വൽ Q. ഇതാണ് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി സോളിഡിലും ലിക്വിഡിലും എങ്ങനെ ചേഞ്ച് ഉണ്ടോ എൻതാൽപ്പിക്കും ഇന്റേണൽ എനർജിക്കും അത് നോക്കാം. അതിന്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോർ സോളിഡ് ആൻഡ് ലിക്വിഡ്സ് ഡെൽറ്റ H is very small. We are neglected from term P delta V. Therefore, delta H is equal to delta E. Delta H delta E ക്ക് equal ആണ്. Then it is show that delta H is nearly same delta E and the difference between delta H and delta E is not significant. അപ്പോൾ സോളിഡിലും ലിക്വിഡിലും ചെറിയൊരു വേരിയേഷൻ ആണ് കാണിക്കുന്നത് ഡെൽറ്റ ഇയും ഡെൽറ്റ എച്ചും. മനസ്സിലായെന്ന് വരുന്നു. അടുത്ത് നോക്കാം. എസ്റ്റാബ്ലിഷ് ദ റിലേഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 30. ഡെൽറ്റ ഇ ഈക്വൽ Q. ഡെൽറ്റ ഇ ഈക്വൽ Q. ഇത് ഡെൽറ്റ ഇ ക്യൂവിന് ഈക്വൽ ആണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. നോക്കാം. ഓൾറെഡി നമ്മൾ ഇക്വേഷൻസ് ഇതിന് മുമ്പുള്ള ക്വസ്റ്റ്യൻസ് ഇക്വേഷൻ സോൾവ് ചെയ്ത പോലെ തന്നെ അതുമായി റിലേറ്റ് ചെയ്താണ് ഇത് വരുന്നത്. അപ്പോൾ ആദ്യത്തെ ഇക്വേഷനിൽ ഓരോ സ്റ്റെപ്പിൽ മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അത് ഉപയോഗിച്ച് തന്നെയാണ് ഇതിലും ചെയ്യുന്നത്. ടേംസ് ആൻസർ നോക്കാം. Let us assume that pressure P is constant and volume changes V1 to V2. അവിടെ വോളിയത്തിന് ചേഞ്ച് വന്നിരിക്കുന്ന പ്രഷർ കോൺസ്റ്റന്റ് ആണ്. വോളിയം V1 നിന്നും V2യിലേക്ക് ചേഞ്ച് സംഭവിക്കുന്നു. അപ്പോൾ വർക്ക് ഈക്വൽ മൈനസ് P ഡെൽറ്റ V. ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇനിഷ്യൽ സ്റ്റേജും ഫൈനൽ സ്റ്റേജും വരുമ്പോൾ, അതായത് വോളിയം V1 നിന്ന് V2യിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ V2 മൈനസ് V1 ചെയ്യണം. അപ്പോൾ ആൻസർ കിട്ടും മൈനസ് P ഡെൽറ്റ V കിട്ടും. ഇതിനെ ഫസ്റ്റ് ലോയിൽ അപ്ലൈ ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂ ഓഫ് W ഇൻ ഫസ്റ്റ് ലോ എക്സ്പ്രഷൻ. ഫസ്റ്റ് ലോയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഡെൽറ്റ ഈക്വൽ Q മൈനസ് P ഡെൽറ്റ V എന്ന് കിട്ടും. ഇത് പ്രഷർ. ഈ പ്രഷറിന്റെ കേസിൽ ദെൻ കോൺസ്റ്റന്റ് വോളിയം ആയിരിക്കുമ്പോൾ ഈ ഇക്വേഷന് ചേഞ്ച് വരും.
കോൺസ്റ്റന്റ് വോളിയം എന്ന് പറഞ്ഞാൽ വോളിയം ഈക്വൽ 0 കൊടുക്കുകയാണെങ്കിൽ ഇതിന്റെ ഇക്വേഷൻ തന്നെ മാറും. ഇക്വേഷൻ ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു ക്യൂ എന്ന് കിട്ടും. അതായത് പി ഡെൽറ്റ വിയിൽ 0 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് 0 ആയിട്ട് പോകും. ബാക്കി ഡെൽറ്റ ഈക്വൽ ക്യൂ എന്ന് കിട്ടും. ഇതാണ് ഡെൽറ്റ ഇ ഈക്വൽ ക്യൂ എന്ന് പറയുന്ന റിലേഷൻ കാണിക്കാൻ പറഞ്ഞിരിക്കുന്ന പ്രോബ്ലം. അടുത്തൊരു ഇക്വേഷനോടെ ഒരു ക്വസ്റ്റ്യനോടെ ഉണ്ട്. ഒരു മിനിറ്റ്. ഒരു ക്വസ്റ്റ്യനോടെ ഉള്ളൂ. ഇത് പറഞ്ഞിരിക്കുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഡിസോസിയേഷനാ. ഒരു മിനിറ്റ്. ഓക്കെ, ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഡിസോസിയേഷൻ. ഇത് എൻതാൽപ്പി ചേഞ്ചസ് കാണിക്കുന്ന ഒരു ഇക്വേഷൻ ആണ്. നമുക്ക് നോക്കാം. കാൽക്കുലേറ്റ് ദ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് ഫോർ ദ ഫോളോയിങ് റിയാക്ഷൻ. റിയാക്ഷൻ തന്നിട്ടുണ്ട്. എൻതാൽപ്പി ചേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കും. ഇക്വേഷൻ H2O2 ഗീവ് L എന്ന് കൊടുത്തിരിക്കുന്ന ലിക്വിഡ് സ്റ്റേജിലാണ്. 2H2O plus O2 രണ്ടും ലിക്വിഡ് ആണ്, സോറി ഓക്സിജൻ ഗ്യാസ് ആണ്. ദെൻ ഇവിടെ വാല്യൂ തന്നിരിക്കുന്നത് എൻതാൽപ്പി ചേഞ്ചിന്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. ഒന്ന് ഓക്സിജന്റെ തന്നിട്ടുണ്ട്, ദെൻ വാട്ടർ H2O വാട്ടറിന്റെ തന്നിട്ടുണ്ട്. ദെൻ ഓക്സിജന്റെ നോക്കാം. എൻതാൽപ്പി ചേഞ്ച് ഇതിന്റെ വാല്യൂ -188 കിലോ ജൂൾ പെർ മോൾ. ദെൻ വാട്ടറിന്റെ 286 കിലോ ജൂൾ പെർ മോൾ ആണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ഫൈനൽ എൻതാൽപ്പിയിലേക്ക് വരുമ്പോൾ പ്രോഡക്റ്റ് മൈനസ് റിയാക്ടന്റ് എൻതാൽപ്പി സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ പ്രോഡക്റ്റിന്റെയും റിയാക്ടന്റിന്റെയും എൻതാൽപ്പി തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത് 196 കിലോ ജൂൾ പെർ മോൾ റൈസ് ടു -1. ഓക്കെ, ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പറയാനുള്ളത്. മെയിനായിട്ട് എൻതാൽപ്പി പഠിക്കുക. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നുണ്ട്, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളോട് വരണ്ടെന്നൊന്നും പറഞ്ഞില്ല. മറ്റേ പുള്ളിക്കാരൻ നമ്മുടെ പേര് പറഞ്ഞു ആവശ്യമില്ലല്ലോ. പോയാ ചത്ത പുള്ളിക്കാരി. ഒരു മിനിറ്റ്. ഓക്കെ, ദെൻ ഇത്രയാണ് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. എൻതാൽപ്പിയും ഇന്റേണൽ എനർജി, അതാണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. അതുപോലെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ഫസ്റ്റ് ലോ. ഈ പ്രോബ്ലത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത് എൻതാൽപ്പിയും ഇന്റേണൽ എനർജിയും തമ്മിലുള്ള റിലേഷൻ, അതായത് പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെങ്കിൽ വോളിയം കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് വരും. അതുപോലെ ഇപ്പൊ ലാസ്റ്റ് നമ്മൾ നോക്കിയത് ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു ക്യൂ എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ പി ഡെൽറ്റ വി പ്രഷർ വോളിയം കോൺസ്റ്റന്റ് ആകുമ്പോൾ എങ്ങനെ മാറ്റം വരും. ഇതൊക്കെ ആയിരിക്കും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. നമുക്ക് അടുത്ത ചാപ്റ്റർ നോക്കാം. ചാപ്റ്ററിൽ ഹോംവർക്ക് ആയിട്ടൊന്നും തരാനില്ല, അതുകൊണ്ടാണ് 2-3 ചാപ്റ്ററിൽ ഹോംവർക്ക് തരാത്തത്. അടുത്ത ചാപ്റ്റർ മുതൽ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ചാപ്റ്റർ ഒരു മിനിറ്റ്.
അടുത്ത് നമുക്ക് അയോണിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കാനുള്ള ചാപ്റ്റർ നമ്പർ 12. ചാപ്റ്റർ നമ്പർ 12 എന്താണ് അയോണിക് ഇക്വിലിബ്രിയം. ഈ ചാപ്റ്റർ ആണ് നമുക്ക് നോക്കാനുള്ളത്. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ പറയാം. പേജ് നമ്പർ 170 140 114 പേജ് നമ്പർ. അയോണിക് ഇക്വിലിബ്രിയം ഇതും ഒരു ഇക്വേഷൻ സോൾവിംഗ് മെത്തേഡ് ആണ്. കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. ഓക്കെ, എടുത്തെന്ന് കരുതുന്നു. ഓക്കെ, നമുക്ക് അയോൺസ് എന്ന് കേട്ടിട്ടുണ്ട്. അയോൺസ് എന്ന് പറയുന്നത് പൊതുവെ പറയുകയാണെങ്കിൽ ചാർജുള്ള കണങ്ങളെയാണ് അയോൺസ് എന്ന് പറയുന്നത്. ആറ്റത്തിന് ചാർജ് വന്നാൽ അതിനെ അയോൺസ് എന്ന് പറയും. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് ഉണ്ട്. ഈ പോസിറ്റീവ് നെഗറ്റീവ് അയോൺസ് കമ്പൈൻ ചെയ്താണ് ഒരു സബ്സ്റ്റൻസ് ഉണ്ടാകുന്നത്. അപ്പൊ ഈ അയോണിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാവുന്ന ഈ അയോൺസിന്റെ റിയാക്ഷനെ കുറിച്ചാണ്. അപ്പൊ എന്താണ് അയോണിക് ഇക്വിലിബ്രിയം എന്ന് ചോദിച്ചാൽ, ഇക്വിലിബ്രിയം ഇൻവോൾവിംഗ് അയോൺസ്. അയോൺസ് ഉള്ള ഇക്വിലിബ്രിയത്തെയാണ് പറയുന്നത് അയോണിക് ഇക്വിലിബ്രിയം. ഇതിൽ മെയിൻ ആയിട്ട് നമുക്ക് നോക്കാനുള്ളത് അറീനിയസ് ആസിഡ്, അറീനിയസ് തിയറി എന്നൊക്കെ പറയും. അറീനിയസ് ആസിഡ് എന്താണ്? ആസിഡിനെ കുറിച്ച് അറീനിയസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് എന്തോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? ആസിഡ് ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് ഡൊണേറ്റ് മീൻസ് പ്രൊഡ്യൂസ് ഹൈഡ്രോണിയം അയോൺ അല്ലെങ്കിൽ ഹൈഡ്രജൻ അയോൺസ് ബൈ ഡിസോസിയേറ്റിംഗ് ഇൻ അക്വസ് സൊല്യൂഷൻ. ആസിഡ് എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ഹൈഡ്രജൻ അയോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഏതെങ്കിലും അക്വസ് സൊല്യൂഷനിൽ ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ, അതായത് സോലുബിൾ ആക്കുമ്പോൾ. ഒന്നുകൂടെ നോക്കാം. ആസിഡ് ഈസ് എ സബ്സ്റ്റൻസ് ദാറ്റ് പ്രൊഡ്യൂസ് ഹൈഡ്രജൻ അയോൺ ബൈ ഡിസോസിയേറ്റിംഗ് ഇൻ അക്വസ് സൊല്യൂഷൻ. ഹൈഡ്രജൻ അയോണിന് പകരം നമുക്ക് വേണമെങ്കിൽ ഹൈഡ്രോണിയം അയോൺ എന്നും പറയുന്നുണ്ട്. ഇതാണ് അറീനിയസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് കണ്ടുപിടിച്ചത്. ആസിഡ് എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ഹൈഡ്രജൻ അയോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു ഏതെങ്കിലും അക്വസ് സൊല്യൂഷനിൽ ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. HCl, ഹൈഡ്രജൻ ക്ലോറൈഡ് ആസിഡ് ആണ്. ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ H+ അയോൺസും Cl- അയോൺസും ഉണ്ടാകുന്നു. ഹൈഡ്രജൻ അയോൺസും ക്ലോറൈഡ് അയോൺസും ആയിട്ട് മാറുന്നു. HCl മാത്രമല്ല, ഒരുപാട് ആസിഡ്സ് ഉണ്ട്. HNO3, അതുപോലെ സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, ഇതൊക്കെ ഡിസോസിയേറ്റ് ചെയ്താൽ അയോൺസ് ആയിട്ട് മാറും. ഇനി തിയറിയുടെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? ഇങ്ങനെ ഒരു തിയറി കണ്ടുപിടിച്ചെങ്കിലും ഇതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. 2 ലിമിറ്റേഷൻസ് ആ പറയുന്നത്. ഇറ്റ് ഈസ് ലിമിറ്റഡ് ടു ഓൺലി aqueous solution and requires ionization of the substance. ഇത് aqueous സൊല്യൂഷനിൽ മാത്രം നിന്നു. ബാക്കിയുള്ള സബ്സ്റ്റൻസിനെ കുറിച്ചൊന്നും അദ്ദേഹം ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തില്ല. ഇത് ഒരു ലിമിറ്റേഷൻസ് ആയിരുന്നു. aqueous സൊല്യൂഷനിൽ മാത്രം ഈ തിയറി ഒതുങ്ങി നിന്നു. സെക്കൻഡ് ലിമിറ്റേഷൻ പറയുന്നത്, ഇറ്റ് ഈസ് does not explain acidic or basic behavior of substance which with lack of hydrogen ion. ഇത് പൊതുവെ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ദെൻ അസിഡിക് ബേസിക് ബിഹേവിയർ ഓഫ് സബ്സ്റ്റൻസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തില്ല. ഇത്രയാണ് ഇതിന്റെ ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നത്. ഒന്ന് അക്വസ് സൊല്യൂഷനിൽ മാത്രം ഒതുങ്ങി നിന്നു. ദെൻ ഒന്ന് അസിഡിക് ബേസിക് ബിഹേവിയറിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തില്ല. ദെൻ അടുത്തത് ബ്രോൺസ്റ്റൺ-ലോറി കൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പഠിക്കാനുണ്ട്. ബ്രോൺസ്റ്റൺ-ലോറി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആസിഡിനെ കുറിച്ചും ബേസിനെ കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്ത ഡിനോട്ട് ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം
ആസിഡ് ഈസ് എ സബ്സ്റ്റൻസ്. ആസിഡ് എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. ഡൊണേറ്റ് എ പ്രോട്ടോൺ, ഒരു പ്രോട്ടോണിനെ ഡൊണേറ്റ് ചെയ്യാൻ കഴിവുള്ളവരാണ്. ആൻഡ് ബേസ് ഈസ് എ സബ്സ്റ്റൻസ് ദാറ്റ് അക്സെപ്റ്റ് എ പ്രോട്ടോൺ. അതായത് ബേസിന് പ്രോട്ടോണിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിവുള്ളവരാണ്. അപ്പൊ ആസിഡും ബേസിനെയും തമ്മിൽ ആസിഡും ബേസിന്റെ ഒരു ക്യാരക്ടറാണ് പറയുന്നത്. ഒരാൾക്ക് ആസിഡിന് പ്രോട്ടോണിനെ ഡൊണേറ്റ് ചെയ്യാൻ കഴിവുണ്ട്, ബേസിനാണെങ്കിൽ പ്രോട്ടോണിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. Acid is a substance that can donate a proton, whereas base is a substance that can accept a proton. Next നോക്കാം. Next, buffer solution. Buffer solution. Buffer solution എന്ന് പറയുന്നത് അതിനു മുമ്പ് pH പഠിക്കണം. pH പഠിച്ചിട്ട് വേണം ബഫർ സൊല്യൂഷൻ പഠിക്കാൻ. pH നോക്കാം. pH നമ്മൾ കേട്ടിട്ടുണ്ട്. pH scale എന്താണ്? pH scale is used to determine, എന്താ ഡിറ്റർമിൻ ചെയ്യുന്ന? ഡിറ്റർമിൻ whether the substance is acid or base. തന്നിരിക്കുന്ന സബ്സ്റ്റൻസ് ആസിഡ് ആണോ ബേസ് ആണോ എന്ന് ഡിനോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മെഷർ ചെയ്യുന്ന മെഷർമെന്റ് ആണ് pH scale. pH scale വാല്യൂ ഉണ്ട്, 1 to 14 വാല്യൂ ഉണ്ട്. pH is less than 7. 7ൽ കുറവാണെങ്കിൽ തന്നിരിക്കുന്നത് ആസിഡും, pH is greater than 7 കൂടുതലാണെങ്കിൽ തന്നിരിക്കുന്നത് ബേസുമാണെന്ന് പറയാം. അതേസമയം pH 7 ആണെങ്കിൽ തന്നിരിക്കുന്നത് ന്യൂട്രൽ സൊല്യൂഷൻ, അതായത് ആസിഡുമല്ല ബേസുമല്ല, ന്യൂട്രൽ സൊല്യൂഷൻ എന്ന് പറയും. then pH ഡിറ്റർമിൻ ചെയ്യുന്നത് വാല്യൂ ഉണ്ട്. pH ഈസ് നെഗറ്റീവ് ലോഗരിതമോ ഹൈഡ്രജൻ അയോൺ അല്ലെങ്കിൽ ഹൈഡ്രോണിയം അയോൺ കോൺസെൻട്രേഷൻ. ടെക്സ്റ്റ് ബുക്കിൽ pH കാണാനുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. നെഗറ്റീവ് ലോഗരിതമോ ഹൈഡ്രോണിയം അയോൺ അല്ലെങ്കിൽ ഹൈഡ്രജൻ അയോൺ. ഹൈഡ്രജൻ അയോണിന്റെ നെഗറ്റീവ് ലോഗരിതമാണ് pH. ഓക്കെ, ഇനി നമുക്ക് ബഫർ സൊല്യൂഷനിലേക്ക് പോകണം. ബഫർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ചില സൊല്യൂഷന്റെ pH ചേഞ്ച് ചെയ്യുന്നില്ല. നമുക്കറിയാം ചില ആസിഡ് സൊല്യൂഷൻ ഉണ്ട്, ആൽക്കലി സൊല്യൂഷൻ ഉണ്ട്, ന്യൂട്രൽ സൊല്യൂഷൻ ഉണ്ട്. ഈ സൊല്യൂഷനിലേക്ക് ബഫർ സൊല്യൂഷനിലേക്ക് ആസിഡോ ആൽക്കലിയോ ന്യൂട്രലോ ഏത് സൊല്യൂഷൻ ഒഴിച്ചാലും pH മാറ്റമില്ല. അങ്ങനെയുള്ള സൊല്യൂഷനെയാണ് പറയുന്നത് ബഫർ സൊല്യൂഷൻ. നോക്കാം. ബഫർ സൊല്യൂഷൻ, it is the solution whose pH does not change by adding small amount of strong acid or base. ഈ സൊല്യൂഷനിലേക്ക് സ്ട്രോങ് ആസിഡോ അല്ലെങ്കിൽ ബേസോ ആഡ് ചെയ്താൽ ഇതിന്റെ pH മാറ്റം വരുന്നില്ല. എക്സാമ്പിൾ ഇമ്പോർട്ടന്റ് ആണ് ബഫർ സൊല്യൂഷന്റെ. CH3COH അസറ്റിക് ആസിഡ് ബഫർ സൊല്യൂഷൻ ആണ്. അതുകൂടാതെ CH3CONA സോഡിയം അസറ്റേറ്റ് ബഫർ സൊല്യൂഷൻ ആണ്. അതിന് pH മാറ്റമില്ല. ഇത് കൂടാതെ ഒരു ചെറിയൊരു പോർഷനോടെ കോൺജുഗേറ്റഡ് ആസിഡ് ആൻഡ് ബേസിക് പെയേഴ്സ്. നമ്മൾ ആസിഡിനെയും ബേസിനെയും കുറിച്ച് ബോൺസ്റ്റൺ ലോറി കൺസെപ്റ്റിൽ പറഞ്ഞായിരുന്നു. ആസിഡ് പ്രോട്ടോണിനെ ഡൊണേറ്റ് ചെയ്യുന്നു, ദെൻ ബേസ് പ്രോട്ടോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. കോൺജുഗേറ്റഡ് പെയേഴ്സിലും ഇത് തന്നെയാണ് പറയുന്നത്. acidic base pairs which are formed by loss or gain of proton called conjugated pair of acid and base. അതായത് ആസിഡ് ആയിക്കോട്ടെ ബേസ് ആയിക്കോട്ടെ ഇവരെ പ്രോട്ടോണിനെ കൊടുക്കുകയോ വാങ്ങിക്കുകയോ ചെയ്യുന്നു. ഇതിനെയാണ് പറയുന്നത് കോൺജുഗേറ്റഡ് ആസിഡ് ആൻഡ് ബേസ് പെയേഴ്സ്. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. കോൺജുഗേറ്റഡ് ആസിഡ് CO3 2- and HCO3 ions. ഓക്കെ, ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഇനി അതിന്റെ ഇക്വേഷൻ സോൾവിങ് ആണ്. ചാപ്റ്റർ പോലെ തന്നെ 1-2 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അത് നോക്കാം. ഒരു മിനിറ്റ്. Question number 4, page number 170, 117ാമത്തെ പേജ് നമ്പർ എടുക്കുക. Question number 4.
hydrogen fluoride. HF is a weak acid in water. Write down the expression of K. K means dissociation ആ പറഞ്ഞിരിക്കുന്നത്. For the dissociation of HF, hydrogen fluoride in the dissociation. The ionization of weak acid HF can be represented as ഇതിന്റെ ഡിസോസിയേഷന്റെ ഇക്വേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഹൈഡ്രജൻ ഫ്ലൂറൈഡിന്റെ ഡിസോസിയേഷൻ ഇക്വേഷൻ HF plus H2O give H3O plus F minus ions. ഡിസോസിയേഷൻ വരുമ്പോൾ ഡിസോസിയേഷൻ KA എന്ന് കൊടുത്തിരിക്കുന്നത്. That is equal to H3O plus into fluorine minus F minus divided by HF എന്ന് വരും. അതുപോലെ ഡിസോസിയേഷന്റെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. Question number 5. Consider a weak base BOH, boron hydroxide, which practically dissociate its ferrous solution. Ferrous തന്നെയാണോ നോക്കട്ടെ. Sorry, aqueous solution for the following equilibrium. ഇതിന്റെ BOHന്റെ ഡിസോസിയേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. നേരത്തെ ഹൈഡ്രജൻ ഫ്ലൂറൈഡിന്റെ ഇക്വേഷൻ കൊടുത്തതുപോലെ തന്നെ BOH, boron hydroxide ഇക്വേഷൻ നോക്കാം. B plus H2O give BH plus OH minus ions. For a weak base weak ആവുമ്പോൾ then BOH is partially dissociate aqueous solution. This degree of dissociation alpha is written as we can write initial stage final stage, initial concentration equilibrium concentration കൊടുത്തിട്ടുണ്ട്. Initial concentration, equilibrium concentration. Initial concentration C ആകുമ്പോൾ equilibrium concentration C into 1 minus alpha വരും. ഈ equilibrium എന്ന് പറയുന്നത് പൊതുവെ റിയാക്ടന്റും പ്രോഡക്റ്റും ഈക്വൽ ആകുന്ന അവസ്ഥ, അതിന്റെ സ്പീഡ് ഈക്വൽ ആകുന്ന ഒരവസ്ഥയാണ് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. that is C into 1 minus alpha. then ഇതിന്റെ ഇക്വേഷൻ സോൾവ് ചെയ്ത് ബാലൻസ് ചെയ്ത് വരുമ്പോൾ then ഫൈനൽ ആൻസറിലേക്ക് വരുമ്പോൾ the equilibrium constant expression or base dissociation constant is written as. dissociation constant എങ്ങനെ എഴുതുന്നു? അങ്ങനെ എഴുതുമ്പോൾ C alpha square എന്ന് വരും, divided by 1 minus alpha. Then since the acid B is very weak, തന്നിരിക്കുന്ന ആസിഡ് B weak ആണെങ്കിൽ alpha is less than 1. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? KB is equal to C alpha square. That is equal to, അതിൽ നിന്ന് ആൽഫ സ്ക്വയറിനെ എടുക്കണം. ആൽഫ സ്ക്വയറിനെ എടുത്ത് കഴിയുമ്പോൾ KB by C. then ആൽഫ എടുക്കുമ്പോൾ √of KB by C കിട്ടും. ഫൈനൽ ഇക്വേഷൻ ഇങ്ങനെയാണ് വരുന്നത്. ആൽഫ is equal to KB by C. ഇത് മനസ്സിലായി എന്ന് കരുതുന്നു. നെക്സ്റ്റ് question number 6. A sample of lime juice has a hydronium ion concentration of, clear അല്ല, 6.3 into 10⁻⁻² molar. Calculate its pH. ലൈം ജ്യൂസിന്റെ pH കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. pH is equal, നമ്മൾ പഠിച്ചു, നെഗറ്റീവ് ലോഗരിതം ഓഫ് ഹൈഡ്രജൻ അയോൺ. അയോണിന്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. തന്നിരിക്കുന്നത് 6.3 into 10⁻⁻² മോളാർ ഹൈഡ്രജൻ അയോണിന്റെ കോൺസെൻട്രേഷൻ ആണ്. അപ്പൊ ഇങ്ങനെ നോക്കാം നമുക്ക്. തന്നിരിക്കുന്ന ഗിവൺ H3O+, അതായത് ഹൈഡ്രോണിയം അയോൺ
ന്റെ കോൺസെൻട്രേഷൻ ദാറ്റ് ഈസ് 6.3 into 10 raised to -2 molar. pH എങ്ങനെ കണ്ടുപിടിക്കും? pH ഈസ് നെഗറ്റീവ് ലോഗരിതം ഓഫ് ഹൈഡ്രോണിയം അയോൺ എന്ന് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നെഗറ്റീവ് ലോഗരിതം ഓഫ് 6.3 into 10 raised to -2 molar. ഇങ്ങനെ ചെയ്തു വരുമ്പോൾ ലോഗരിതം കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത് -1.207 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. ഇങ്ങനെ മൈനസ് മാറ്റി എഴുതുമ്പോൾ 1.2007 ഇതാണ് ഫൈനൽ ആൻസർ. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 7. കാൽക്കുലേറ്റ് ദ pH ഓഫ് 1.0 molar aqueous solution of amino acid glycerin as weak acid. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അമിനോ ആസിഡിന്റെയും ഗ്ലിസറിൻ ഇതിന്റെ pH കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു pH തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഡിസോസിയേഷൻ തന്നിരിക്കുന്നത് 1.67 into 10 raised to -10. Then ആൻസർ നോക്കാം. നമുക്ക് സ്റ്റെപ്പ് നോക്കാം. കോൺസെൻട്രേഷൻ ഓഫ് ഗ്ലിസറിൻ, എത്ര എമൗണ്ട് ഗ്ലിസറിൻ തന്നിട്ടുണ്ട്? 1.0 മോളാർ ഗ്ലിസറിൻ തന്നിരിക്കുന്നു. K means dissociation equal already തന്നിട്ടുണ്ട്. 1.67 into 10 raised to -10. Then നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആൽഫ വീക്ക് ആസിഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിന്റെ pH കാണണം. അതിനു മുമ്പ് അതിന്റെ ഡിസോസിയേഷൻ കാണണം. ആൽഫ ഈക്വൽ റൂട്ട് ഓഫ്, ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ്. ആൽഫ ഈക്വൽ റൂട്ട് ഓഫ് KB/C ദാറ്റ് ഈക്വൽ റൂട്ട് ഓഫ് കാണണം. റൂട്ട് ഓഫ് KB തന്നിട്ടുണ്ട് 1.67 into 10 raised to -10. ഇതിന്റെ റൂട്ട് കാണുമ്പോൾ 1.29 into 10 raised to -5 കിട്ടും. ഇനി അത്രയിൽ നിന്ന് വേണം നമുക്ക് pH കണ്ടുപിടിക്കാൻ. ഈ വാല്യൂവിൽ നിന്ന് നമുക്ക് pH കണ്ടുപിടിക്കാം. pH ഈസ് നെഗറ്റീവ് ലോഗരിതം ഓഫ് ഹൈഡ്രോണിയം അയോൺ കോൺസെൻട്രേഷൻ. അപ്പോൾ നെഗറ്റീവ് ലോഗരിതം ഓഫ് 1.29 into 10 raised to -5. അപ്പൊ ആൻസർ ആയിട്ട് വരുന്ന -4.8894. പിന്നെ മൈനസ് മാറ്റി എഴുതുമ്പോൾ 4.8894 എന്ന് വാല്യൂ കിട്ടും, pH വാല്യൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ആദ്യം ചെയ്തത് ഡിസോസിയേഷൻ ഒരു ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് തന്നിട്ടുണ്ടായിരുന്നു, ഒരു pH തന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ആൽഫ എന്ന് പറയുന്ന പാർട്ടിക്കിൾസിനെ കണ്ടുപിടിച്ചു. അതിന് ശേഷമാണ് നമ്മൾ pH കണ്ടുപിടിച്ചത്. ക്വസ്റ്റ്യൻ പറഞ്ഞത് pH കാണാനാണ് പറഞ്ഞത്, പക്ഷെ നേരിട്ട് നമുക്ക് pH കാണാൻ പറ്റിയില്ല. ഇതൊരു വീക്ക് ആസിഡ് ആണെന്ന് തന്നിട്ടുണ്ട്. വീക്ക് ആസിഡിന്റെ കേസിൽ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാനുള്ളത് Ka/C, റൂട്ട് ഓഫ് Ka/C എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യണമായിരുന്നു. ഇനി ചാപ്റ്ററിൽ നമുക്ക് ബഫർ സൊല്യൂഷൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. കോൺജുഗേറ്റഡ് ആസിഡ് ആൻഡ് ബേസ് പെയർസ് അത് കഴിഞ്ഞു. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ബഫർ സൊല്യൂഷൻ എക്സാമ്പിൾ. അതുപോലെ ക്വസ്റ്റ്യൻ നമ്പർ 11 ഒന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 11, വൈ ബോറോൺ ട്രൈഫ്ലൂറൈഡ് ഈസ് എ ലൂയിസ് ആസിഡ്? ബോറോൺ ട്രൈഫ്ലൂറൈഡ് ലൂയിസ് ആസിഡ് ആണെന്ന് പറയാൻ കാരണം ബോറോൺ ട്രൈഫ്ലൂറൈഡ്. നോക്കാം ആൻസർ. ബോറോൺ ട്രൈഫ്ലൂറൈഡ് ഈസ് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ്, ദെൻ ഇറ്റ് ഈസ് എ ലൂയിസ് ആസിഡ്. ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്, അതുകൊണ്ട് ലൂയിസ് ആസിഡ് എന്ന് പറയും. ദെൻ കോൺജുഗേറ്റഡ് പെയർസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ ചെയ്യാനുള്ളത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ക്വസ്റ്റ്യൻ നമ്പർ 30. ഇതിലൊരു സോൾവിങ് മെത്തേഡ് ആണ്, ഇക്വേഷൻ സോൾവിങ് മെത്തേഡ്. നോക്കാം. ഡിറ്റർമിനിങ് ദ സോളിബിലിറ്റി ഓഫ് സിൽവർ ക്രോമേറ്റ് at 298 Kelvin. ടെക്സ്റ്റ് ബുക്കിൽ നോക്കുക, അതിൽ ഇച്ചിരി ക്ലിയർ ആകാനുണ്ട്. Given solubility product constant of silver chromate keep of Ag2Cr2O4 equal 1.1 into 10 raised to -12.
നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് solubility of silver chromate ആണ്. ഇതിന്റെ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, ഇപ്പോഴുള്ള solubility തന്നിട്ടുണ്ട്. സിൽവർ ക്രോമേറ്റിന്റെ ഇപ്പോഴുള്ള solubility. ആദ്യം നമുക്ക് അതിന്റെ ഇക്വേഷൻസ് നോക്കാം. സിൽവറിനെ അതിനെ ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയായിട്ട് മാറും? സോറി, സിൽവർ ക്രോമേറ്റിന് ഇക്വേഷൻ ആണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. സിൽവർ ക്രോമേറ്റിനെ ഇക്വേഷൻ ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ സിൽവർ ആയും ക്രോമിക് ഓക്സൈഡ് ആയിട്ടും മാറും. അതിന്റെ അയോൺസ് സിൽവറിന്റെ പ്ലസ് ചാർജാ വരുന്നത്, ക്രോമിക് ഓക്സൈഡിന്റെ മൈനസ് ചാർജ് വരുന്നുണ്ട്, 2 മൈനസ് ചാർജാ വരുന്നത്. ഇനി അതിന്റെ ഡിസോസിയേഷൻ KSP ഓഫ്, അതായത് ഡിസോസിയേഷൻ ആ പറയുന്നത്, KSP ഓഫ് സിൽവർ ക്രോമേറ്റ് ഈക്വൽ 2s² ഇൻറ്റു എസ് എന്ന് എടുക്കുവാണ് എങ്കിൽ ഓൾറെഡി നമുക്ക് ഡിസോസിയേഷൻ തന്നിട്ടുണ്ട്. സിൽവർ ക്രോമേറ്റിന്റെ 1.1 ഇൻറ്റു 10⁻² -12 ഈക്വൽ 4s² വരും. 4s³ വരും. ഇതിൽ നിന്ന് നമുക്ക് എസിനെ കണ്ടുപിടിക്കണം. എസിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡഡ് ബൈ 1.1 ഇൻറ്റു 10⁻12 ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ എസിനെ കിട്ടും. എസ് ഈക്വൽ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത് 0.65 ഇൻറ്റു 10⁻⁻4 മോൾ (1). ഇങ്ങനെയാണ് സിൽവർ ക്രോമേറ്റിന്റെ ഡിസോസിയേഷൻ പറയുന്നത്. അപ്പൊ എത്രയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്? ഇങ്ങനെ 2 ചെറിയ ചാപ്റ്റേഴ്സ് ആയിരുന്നു നമുക്ക് ഇന്നുണ്ടായിരുന്നത്. ഇതില് ഹോംവർക്ക് ആയിട്ട് തരാൻ പറ്റിയതൊന്നും തന്നെ ഇല്ല. ഇക്വേഷൻസോ അങ്ങനെയൊന്നും തന്നെ ഇല്ല. നെക്സ്റ്റ് ഡേ വരുമ്പോൾ അടുത്ത ചാപ്റ്റർ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ചാപ്റ്ററിൽ അയോണിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിൽ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് അറീനിയസ് തിയറി, അതുകൂടാതെ ലിമിറ്റേഷൻസ്, ബഫർ സൊല്യൂഷൻ എക്സാമ്പിൾസ്, കോൺജുഗേറ്റഡ് ആസിഡ് പെയറിന്റെ അതിന്റെ എക്സാമ്പിൾസ്, ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ ഒരെണ്ണോടെയുണ്ട് pH മീൻസ് നെഗറ്റീവ് ലോഗരിതം ഓഫ് ഹൈഡ്രോണിയം അയോൺ കോൺസെൻട്രേഷൻ. pH വാല്യൂ കണ്ടുപിടിക്കാൻ ചിലപ്പോൾ നേരിട്ട് തരണമെന്നില്ല. നേരിട്ടൊരു pH കണ്ടുപിടിക്കാൻ പറഞ്ഞ് ഹൈഡ്രോണിയം അയോണിന്റെ കോൺസെൻട്രേഷൻ തരണമെന്നില്ല. അതിന് ചിലപ്പോൾ ഡിസോസിയേഷൻ ഒക്കെ കണ്ടുപിടിച്ചിട്ട് വേണം ചിലപ്പോൾ pH കണ്ടുപിടിക്കാൻ ചോദിക്കാം. ഓക്കെ, അടുത്ത ദിവസം നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ട് മീറ്റ് ചെയ്യാം. താങ്ക് യു.